السلام عليكم ورحمة الله. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا ادخلوا في السلم كافة ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അത്തരത്തിൽ അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അവൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള സകല മനുഷ്യർക്കും യഥാർത്ഥ നേരിന്റെ പാത കാണിച്ചു കൊടുത്ത മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹം നേരിട്ട് കൊണ്ടിരിക്കുന്ന പല അപകടകരമായ കാര്യങ്ങൾക്കും ഇന്ന് നമ്മുടെ തലമുറ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കുമൊക്കെ വലിയ പരിഹാരവുമായി കൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഒരു മാസക്കാലത്തെ വർത്തമാനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതൊരു മനുഷ്യന്റെ മനസ്സും വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന വലിയ അപകടകരമായ വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് തന്നെ ജനിപ്പിച്ചു എന്ന
ചെയ്യുന്ന കുറ്റത്തിന് തന്റെ പ്രിയപ്പെട്ട മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ താമരശ്ശേരിയിൽ നിന്നും നമ്മൾ കേൾക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ആ മകൻ, അതല്ലെങ്കിൽ ആ 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ അത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം ചെയ്യുവാനുള്ള കാരണം എന്ന് അന്വേഷിക്കുമ്പോൾ മാരകമായ ലഹരിക്ക് അടിമപ്പെടുകയും അങ്ങനെ ലഹരിയിൽ നിന്നും മുക്തമാകുവാൻ വേണ്ടി ഡി അഡിക്ഷൻ സെന്ററുകൾ പോലെയുള്ള സെന്ററുകളിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയും അതിന്റെ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ. എന്തിനാണ് അവൻ അവന്റെ ഉമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത്? ഈ ലോകത്തേക്ക് തന്നെ ജീവിപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചു എന്ന ഒരു കാരണം കൊണ്ടാണ് അവന് ജന്മം നൽകിയ 2 വർഷം മുലയൂട്ടി വളർത്തിയ അവന്റെ ഉമ്മയെ അവൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന പ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാം. ഒരു കുടുംബത്തിലെ 5 പേരെ തലക്കും ശരീരത്തിലും ചുറ്റിക കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ 23 വയസ്സുള്ള അഫ്ഫാൻ എന്ന് പറയുന്ന ഒരു കൊലപാതകി, അവന്റെ അനുജനെപ്പോലും, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവന്റെ അനുജനെപ്പോലും തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തി ആ അഫ്സാൻ എന്ന് പറയുന്ന അവന്റെ അനുജന്റെ മൃതദേഹം വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ നിന്നും പുറത്തേക്ക് ആംബുലൻസിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഡ്രൈവർ പറയുന്നുണ്ട്, വലത്തെ കണ്ണിന്റെ സ്ഥാനത്ത് ഒരു ഗർത്തം മാത്രമാണ് കാണാൻ കഴിയുന്നത്, കണ്ണ് മുഴുവനും താഴേക്ക് ആണ്ടുപോയിട്ടുണ്ട്. അത്രമേൽ ക്രൂരമായ ക്രൂരകൃത്യം ചെയ്യുവാൻ ഒരു മടിയുമില്ലാതെ നിസ്സാരമായിക്കൊണ്ട് അത്തരത്തിലുള്ള തിന്മകളെ കാണുന്ന വലിയ അപകടം പിടിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 10ാം ക്ലാസ്സുകാരനായ ഷഹബാസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി, അവനെ ഞാൻ അടിച്ചു കൊല്ലുമെന്നും ആൾക്കൂട്ടത്തിൽപ്പെട്ട് അടികൊണ്ട് മരണപ്പെട്ടാൽ കേസാകില്ല എന്നും സോഷ്യൽ മീഡിയയിലൂടെ വലിയ വർത്തമാനം പറഞ്ഞ് തന്റെ കൂടെ പഠിക്കുന്ന സഹപാഠിയായ വിദ്യാർത്ഥിയെ മാരകമായ ആയുധം ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച അവസാനം ആ വിദ്യാർത്ഥി മരണത്തിന് കീഴടങ്ങുന്ന വാർത്തയും നമ്മൾ കേട്ടതാണ്. ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, ഭയാനതയിലേക്ക് നയിക്കുന്ന, സങ്കടത്തിലാഴ്ത്തുന്ന നൂറുകണക്കിന് വാർത്തകളാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയ വഴി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ് എന്ന് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരമെന്നും എങ്ങനെയാണ് ഈ സമൂഹത്തെ ഇത്തരത്തിലുള്ള അക്രമാസക്തമായൊരു തലത്തിൽ നിന്നും സമാധാനത്തിന്റെ തലത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമ്മൾ ധാരാളമായിട്ട് ചിന്തിക്കാറുണ്ട്, ധാരാളമായി നമ്മൾ ആലോചിക്കാറുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, രക്ഷിതാക്കളെ, നമ്മുടെ ജീവിതത്തിൽ അതല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവണതകളെ നിസ്സാരമായി കാണുന്നൊരു തലമുറ വളർന്നു വരുന്നത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെയൊന്നും അതല്ലെങ്കിൽ പ്രായം ചെന്നവരുടെയൊന്നും ചെറുപ്പകാലത്തിലില്ലാത്ത, അവർക്കൊന്നും പരിചയമില്ലാത്ത പുതിയ രൂപത്തിലേക്കും ഭാവത്തിലേക്കും പുതിയ സ്വഭാവത്തിലേക്കും വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണമെന്ത് എന്ന് നമ്മൾ അന്വേഷിച്ചു നോക്കിയിട്ടുണ്ടോ? ആ അന്വേഷണങ്ങൾ ചെന്നെത്തുന്നതും അതുപോലെ തന്നെ ഇതിനുള്ള പരിഹാരങ്ങളെ കുറിച്ച് ആലോചിച്ച പരിഹാരത്തിന്റെ അവസാന വഴി ചെന്നെത്തുന്നതും
പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെ നിന്നാണ് ഈ തലമുറകൾക്ക് തെറ്റിയത്? എവിടെയാണ് ഇത്തരത്തിലുള്ള അപകടകരമായ ചിന്താഗതിയിലേക്ക് നമ്മുടെ സമൂഹം വളർന്നു വന്നത്? ഏത് രൂപത്തിലാണ് ഇത്തരത്തിലുള്ള തിന്മകളെ, അപകടങ്ങളെ നിസ്സാരമായി കാണുകയും ഇതൊന്നും വലിയ കുഴപ്പമില്ല എന്ന ചിന്തയിലേക്ക് നമ്മുടെ തലമുറ വളർന്നു വരാനുള്ള കാരണം എന്താണ്? അവിടെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ. മനുഷ്യരെ, വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ, നിങ്ങൾ പരിപൂർണമായി പടച്ച റബ്ബിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകലമായ മേഖലകളിലും പാലിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം. വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ, പിശാചിന്റെ പൈശാചികമായ മാർഗത്തെ, കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഇസ്ലാം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ്. ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യകുലത്തിലുടനീളം ശാന്തിയും സമാധാനവും സമത്വവും സഹിഷ്ണുതയും വെച്ചു നൽകുന്ന ആശയാദർശങ്ങളാണ്. ഇസ്ലാം അതിന്റെ പ്രമാണങ്ങളിലൂടെയും ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്കായി പ്രവാചകന്മാരെ നിയോഗിച്ചപ്പോൾ ആ പ്രവാചകന്മാർ മുഖാന്തരവും ഈ സമാധാനത്തിന്റെ, സഹിഷ്ണുതയുടെ, സമത്വത്തിന്റെ പാഠമാണ് ഇസ്ലാം ലോകർക്ക് മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ആ ഇസ്ലാമിൽ നിന്നും, ഇസ്ലാമിന്റെ ആശയത്തിൽ നിന്നും, ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്നും വ്യതിചലിച്ചു പോകുന്ന മറ്റൊരു വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗത്തിന്റെ പ്രത്യേകതയാണ് അവർ പിൻപറ്റുന്നത് പിശാചിന്റെ മാർഗത്തെയാണ്. ആ പിശാചിന്റെ മാർഗത്തെയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ, പിശാചിന്റെ മാർഗം നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ല? ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, ആ പിശാച് നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. മറ്റൊരു സൂറത്തിൽ അല്ലാഹു പറയുന്നു, ഫത്തഖിദൂഹു അദുവ്വ, പിശാച് നിങ്ങൾക്ക് ശത്രുവാണെന്നും ആ പിശാചിനെ ശത്രുവായി കൊണ്ട് തന്നെ കാണണമെന്നും അല്ലാഹു പഠിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു പറയാണ്, അവന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. എന്തേ കാരണം എന്നറിയോ? ഇന്നമാ യദഉ ഹിസ്ബഹു ലിയകൂന മിൻ അസ്ഹാബിസ് സഈർ, കത്തിയാളുന്ന നരകത്തിന്റെ അഗ്നിക്കിരയാകുവാനാണ് പിശാച് അവന്റെ കക്ഷികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ പൂർണ്ണമായി ഇസ്ലാം അനുസരിച്ച്, ഇസ്ലാം പഠിപ്പിക്കുന്ന ആശയാദർശങ്ങൾ സ്വീകരിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അതുമല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിൽ അക്രമാസക്തമായ അന്തരീക്ഷത്തിൽ തോന്നിവാസങ്ങളും അതുപോലെ തന്നെ താന്തോന്നിത്തരങ്ങൾക്കും വില കൽപ്പിച്ച് ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ അവഗണിച്ചുകൊണ്ട് താന്തോന്നിയായി ജീവിക്കുന്ന ഒരു തലമുറയായി, പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്നവരായി, നരകത്തിൽ അവകാശികളായിക്കൊണ്ട് ജീവിക്കുവാൻ സാധിക്കും. ഈ രണ്ടാലൊരു മാർഗമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ഈ രണ്ടാലൊരു മാർഗമാണ് ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ഇതിലേത് മാർഗമാണ് സമാധാനത്തിന്റെ മാർഗം? ഏത് മാർഗമാണ് ഇസ്ലാം പഠിപ്പിച്ച മാർഗം? അള്ളാഹു പറയുന്നു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം, സ്വീകാര്യമായ ആദർശം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ആശയമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീന ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ഇസ്ലാം അല്ലാത്ത, അള്ളാഹു പഠിപ്പിച്ചിട്ടില്ലാത്ത, റസൂല് പറഞ്ഞിട്ടില്ലാത്ത, വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും പറഞ്ഞിട്ടില്ലാത്ത ഒരു ജീവിത മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ഫലൻ യുഖ്ബല മിൻഹു, അവരിൽ നിന്നും ആ ദീന്, ആ മതം, ആ ആശയം, ആ ആദർശം, ആ ഒരു ചിന്താധാര അവരിൽ നിന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്തവൻ നിന്ദ്യനായിക്കൊണ്ട് നരകത്തിലേക്ക് പതിക്കുമെന്നും പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു. ലോകത്തുള്ള പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരമാണ്
ഇസ്ലാം എന്ന് പറയുന്ന മതം ലോകത്തുള്ള സകലമാന പ്രയാസങ്ങൾക്കും തലമുറ അനുഭവിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പരിഹാരമാണ് ഇസ്ലാം എന്ന് പറയുന്ന മതം. നോക്കൂ നിങ്ങൾ, ഇന്ന് ആ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഇസ്ലാമിനെ ഇകഴ്ത്തി കാണിക്കുവാനും ഇസ്ലാമിന്റെ ആദർശങ്ങളെയും ആശയങ്ങളെയും ഇകഴ്ത്തി കാണിക്കുവാനും കേവലം 6-ാം നൂറ്റാണ്ടിലെ ഖുറൈശ് ഗോത്രത്തിന് ഇറങ്ങിയിട്ടുള്ള ഗോത്രമതമാണ് ഇസ്ലാമെന്നും അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ ആശയത്തെ സ്വീകരിക്കേണ്ടതില്ലെന്നും ഇസ്ലാമിന്റെ ആശയങ്ങളെയും ഇസ്ലാമിന്റെ ആദർശങ്ങളെയും സ്വീകരിക്കുന്നവർ പഴഞ്ചന്മാരാണ് എന്നും വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് മറുഭാഗത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ലിബറലിസത്തിന്റെ അപകടങ്ങളെ കുറിച്ചും ലിബറലിസത്തിന്റെ ചതിക്കുഴികളെ കുറിച്ചും ലിബറലിസത്തിന്റെ മരണാസക്തമായ ആശയങ്ങളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാലോ, ഇന്ന് സമൂഹത്തിൽ വളരെയധികം കേട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാനമാണ് ലഹരി എന്നുള്ളത്. എന്താണ് ഇസ്ലാം ലഹരിയെ കുറിച്ച് പഠിപ്പിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശുദ്ധ ഖുർആന്റെ ആയത്തിലൂടെ പഠിപ്പിച്ചു തന്നു. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അസ്ലാം റിജ്സുൻ മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. മദ്യവും ചൂതാട്ടവും പരീക്ഷണം വെച്ച് നോക്കലും ഭാഗ്യ പരീക്ഷണവും ഒക്കെ റിജ്സുൻ മിൻ അമലി ശൈത്താൻ, അതൊക്കെ പിശാചിന്റെ പ്രവർത്തനമാണ് എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പഠിപ്പിച്ചു. ഫജ്തനിബൂഹു, അതുകൊണ്ട് അതിൽ നിന്നും പൂർണ്ണമായിട്ട് നിങ്ങൾ മാറി നിൽക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചവരാകാം, നിങ്ങൾക്ക് വിജയം കൈവരിക്കാം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ലഹരി എന്നുള്ളത് ഇന്ന് നിസ്സാരമായി കാണുന്ന തലമുറയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, മാസങ്ങൾക്ക് മുമ്പ്, ഒരു മാസത്തിന് മുമ്പ് കാസർഗോഡ് നിന്ന് കണ്ണൂർ വഴി വരുന്ന ഒരു ലോറിക്കാരൻ, ആ ലോറിയിലുള്ള ഡ്രൈവറും അദ്ദേഹത്തിന്റെ സഹായിയും മാഹിയിലെത്തി കുറച്ചധികം കല്ലുകൾ, അവർ കല്ലിന്റെ കുപ്പികൾ മേടിച്ച് അവരുടെ വണ്ടിയിൽ ശേഖരിച്ചു വെക്കുന്നു. പൊന്നാനി എത്തിയപ്പോഴേക്കും ലോറിയുടെ ഡ്രൈവർ അമിതമായി മദ്യപിച്ചത് കാരണത്താൽ വണ്ടി ഓടിക്കാൻ കഴിയാതെ തന്റെ സഹായിയെ വണ്ടി ഏൽപ്പിക്കുന്നു. ആ മനുഷ്യൻ വണ്ടി ഓടിച്ചു വരുന്നു, അവനും മദ്യപിക്കുന്നുണ്ട്, അവരും ലഹരിയുടെ ആസക്തിയിലാണ്. അവൻ വണ്ടി ഓടിച്ചു വരുന്നതിനിടയിൽ ഉറങ്ങിക്കിടന്നിരുന്ന 5 മനുഷ്യരുടെ ശരീരത്തിലേക്ക് ആ വാഹനം കയറിയിറക്കി. ഉറങ്ങിക്കിടന്നിരുന്ന ആ 5 സഹോദരങ്ങൾ ഹൈവേയുടെ തോരത്ത് കിടന്നുറങ്ങിയ 5 മനുഷ്യർ അവിടെ കിടന്ന് പെടഞ്ഞു മരിക്കുന്ന വാർത്ത നമ്മൾ കേട്ടു. അന്ന് ലഹരിയെ കുറിച്ച് വലിയ ബോധവൽക്കരണം നമ്മൾ നടത്തി. പല ആളുകളും ലഹരിക്കെതിരെ സംസാരിച്ചു. പല ആളുകളും ലഹരി എന്ന മാരകമായ വിപത്തിനെ കുറിച്ച് നോട്ടീസുകൾ ഉണ്ടാക്കി. പല കമ്മിറ്റികളും സമ്മിശ്രമായി ഇരുന്ന് അവരുടെ നാട്ടിലുള്ള മറ്റു ഭാരവാഹികളൊക്കെ വിളിച്ചുകൂട്ടി രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും വേർതിരിവുകളില്ലാതെ സകല മനുഷ്യരും ലഹരിക്കെതിരെ വലിയ ഐക്യവുമായി കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ സമൂഹത്തോട് ഞാൻ ചോദിക്കട്ടെ, സഹോദരങ്ങളെ, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ലഹരിയുടെ തുടക്കമാകുന്ന സിഗരറ്റും ബീഡിയും വലിക്കുന്നവരില്ലേ? ഈ ഇരിക്കുന്ന ആളുകളിൽ ലഹരി എന്ന് പറയുന്ന രൂപത്തിലേക്കായിട്ടില്ലെങ്കിലും അതിന്റെ 1-ാം പടി എന്ന നിലക്ക് എത്ര ആളുകൾ സിഗരറ്റ് വലിക്കുന്നവരുണ്ട്. അതൊന്നും ഒഴിവാക്കാതെ, അതൊന്നും ഉപേക്ഷിക്കാതെ, അതിൽ നിന്നും മുക്തമാകാതെ എങ്ങനെയാണ് സഹോദര നമ്മളിലൂടെ വളർന്നു വരുന്നൊരു തലമുറ പൂർണ്ണമായും ലഹരിയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, കുല്ലു മുസ്കിൻ ഖംറുൻ വകുല്ലു ഖംറുൻ, എല്ലാ ലഹരിയും അത് മദ്യത്തിൽ നിന്നാണെന്നും ആ മദ്യം നിങ്ങൾക്ക് നിഷിദ്ധമാണെന്നും അത് അമിതമായാലും അധികമായാലും അത് വളരെ കുറവാണെങ്കിലും അത് വളരെ നിസ്സാര തോതിലാണെങ്കിലും ലഹരിയാണോ എങ്കിൽ നിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്ന് സമൂഹത്തെ റസൂല് പഠിപ്പിച്ചു. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ
നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മൾ അതിൽ നിന്നും പൂർണ്ണമായും മുക്തനാണോ? എങ്കിൽ നമുക്ക് സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനുള്ള അവകാശമുണ്ട്, എങ്കിൽ നമുക്ക് സമൂഹത്തെ ഉത്ബോധിപ്പിക്കാനുള്ള അർഹതയുണ്ട്. നമ്മളിൽ ഇപ്പോഴും പല ആളുകളില്ലേ, റമളാൻ നോമ്പനുഷ്ഠിച്ച് നോമ്പ് തുറന്ന ഉടനെ തന്നെ നാവിലേക്ക് സിഗരറ്റ് വെക്കുന്ന, വായിലേക്ക് സിഗരറ്റ് കത്തിച്ചു വെക്കുന്ന എത്ര രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതാണല്ലോ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ തുടക്കം എന്ന് പറയുന്നത് ആ പുകവലിയിലൂടെയാണ് എന്ന് എത്രയെത്ര സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ എന്റെ സഹോദര, നമ്മളത് മാറ്റാൻ തയ്യാറാകാത്തത്, നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുമ്പോ ലഹരിയിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തമാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോ ഞാനും നിങ്ങളും കരുതി വെച്ച ആ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ എന്തേ നമ്മൾ തയ്യാറാകാത്തത്? ഇന്ന് ലോകത്ത് ലിബറലിസം എന്ന് പറയുന്ന 1960-കളിൽ ലോകത്തുടലെടുത്ത വലിയ ഒരു ചിന്താധാരയുടെ ഭാഗമായിക്കൊണ്ട് അതിനു മുമ്പും ശേഷവും ഒക്കെ പ്രവർത്തിച്ചു വരുന്ന ഒരു വലിയ ചിന്താധാരയുണ്ട്. വിദ്യാർത്ഥികളിലേക്കും യുവാക്കളിലേക്കും ഇത്തരത്തിലുള്ള അപകടങ്ങളെ നിസ്സാരവൽക്കരിച്ച് അവർക്കിടയിലേക്ക്, അവരുടെ രക്തത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ഈ ലിബറലിസത്തിന്റെ ആളുകൾ പറയുന്നു, MDMA പോലെയുള്ള മാരകമായ ലഹരിയുടെ വസ്തുക്കൾ ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം എന്നാണ് അവർ ചോദിക്കുന്നത്. കള്ളു കുടിച്ചാൽ, അതുപോലെ തന്നെ കഞ്ചാവ് ഉപയോഗിച്ചാൽ, കഞ്ചാവിന്റെ കൃഷി നടത്തിയാൽ, നമുക്കറിയാലോ സോഷ്യൽ മീഡിയയിൽ മൈത്രൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇസ്ലാമിനെ വിമർശിക്കുന്ന, സമൂഹത്തിന്റെ സകല ധാർമ്മികതയെയും വിമർശിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം പറയുന്നു, ഒരാൾ കഞ്ചാവ് കൃഷി നടത്തി, ഒരാൾ കഞ്ചാവ് ഉപയോഗിച്ചു, ഒരാൾ MDMA ഉപയോഗിച്ചു, അതിനെന്താണ് കുഴപ്പം? ആർക്കാണ് ഇത്ര വലിയ പ്രശ്നം എന്ന് പച്ചയായിക്കൊണ്ട് ചോദിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കാൻ. അവിടെയാണ് ഇസ്ലാം പഠിപ്പിച്ചത് ലഹരി പൂർണ്ണമായും നിഷിദ്ധമാണ്. ലഹരി ഉണ്ടാക്കുന്ന സദസ്സുകൾ, മദ്യം വിളമ്പുന്ന സദസ്സുകൾ, അവിടെ പങ്കെടുക്കുക പോലും ചെയ്യരുത്, അവിടെ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ലിബറലിസം സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഒന്നാമത്തെ അപകടമാണ് ലഹരിയുടെ ഉപയോഗത്തെ നിസ്സാരമായി കണ്ടു എന്നുള്ളത്. ആ ലഹരിയെ കുറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതെല്ലാം പൈശാചികമാണ്, അതുകൊണ്ട് പിശാചിന്റെ മാർഗത്തെ നിങ്ങൾ സ്വീകരിക്കരുത്. പിശാചിന്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. ആ മാർഗത്തെ വിട്ട്, അതിൽ നിന്നും ആ മാർഗത്തെ അവഗണിച്ച് പരിപൂർണമായും അതിൽ നിന്നും മുക്തമായി കൊണ്ടുള്ള ജീവിതമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, വിജയത്തിന്റെ ജീവിത മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ ലഹരി തുടങ്ങുന്ന അതിന്റെ ആദ്യ പടി, അത് പുകവലിയാണെങ്കിലും, അത് നാവിനടിയിൽ വെക്കുന്നതാണെങ്കിലും, നാവ് ചുണ്ടിനടയിലേക്ക് തിരികെ വെക്കുന്നതാണെങ്കിലും, ശരീരത്തിലേക്ക് കുത്തിവെക്കുന്നത് മുതൽ ഇന്ന് കാണുന്ന സിന്തറ്റിക് ലഹരി വരെയുള്ള വസ്തുക്കൾ മുഴുവൻ പരിപൂർണമായിട്ടും സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഈ ലഹരി ഉപയോഗിച്ച ആളുകൾ ഉണ്ടാവും, അവരോട് ആ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് മുക്തമാകുന്ന ആളുകളുണ്ടെങ്കിൽ, മുക്തമായ ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക്, എവിടുന്നാണ് ഈ ലഹരിയുടെ ഉപയോഗം തുടങ്ങിയത്? അവര് പറയുക, ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ സിഗരറ്റ് വലിക്കുമായിരുന്നു, ചെറുപ്പത്തില് ഉമ്മ കാണാതെ ഉപ്പ കാണാതെ, അതല്ലെങ്കിൽ ഉപ്പ വലിച്ചെറിഞ്ഞ സിഗരറ്റിന്റെ ബാക്കിയുള്ള കുത്തിയെടുത്ത് അതിങ്ങനെ വലിച്ചു തുടങ്ങിയ ആ സിഗരറ്റിന്റെ ആ ഒരു ആസ്വാദനമാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ വില കൂടിയ ഗ്രാമുകൾക്ക് 10,000-ങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് മേടിക്കേണ്ടി വരുന്ന മാരകമായ ലഹരി വസ്തുക്കൾ, വില കൂടിയ ലഹരി വസ്തുക്കൾ, സിന്തറ്റിക് ലഹരി വസ്തുക്കൾ. സ്വന്തം ഉമ്മയെയും സ്വന്തം പെങ്ങളെയും സ്വന്തം ബാപ്പയെയും തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം മനുഷ്യന്റെ മസ്തിഷ്കത്തെ നിർജീവമാക്കുന്ന, ചത്തെടുക്കുന്ന ആ ലഹരി ഉപയോഗത്തിലേക്ക് നമ്മുടെ സാധാരണ കടയിൽ കാണുന്ന 10 രൂപന്റെ അതല്ലെങ്കിൽ 15 രൂപന്റെ സിഗരറ്റ് വലിച്ചു തുടങ്ങിയതാണ് എന്നൊരാൾ പറയേണ്ടി വന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു, പിശാചിന്റെ മാർഗമാണ്, പിശാചിന്റെ മാർഗമാണ്. ഒഴിവാക്കണം, നിങ്ങൾ ഒഴിവാക്കണം.
ആ പിശാചിന്റെ മാർഗത്തെ നിങ്ങൾ സ്വീകരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം നമുക്കറിയാലോ. മദ്യം വിളമ്പാത്ത സദസ്സുകളില്ല. മദ്യമില്ലാത്തൊരവസ്ഥയെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത അറബ് സമൂഹം മദ്യത്തിലേക്ക് മുങ്ങിത്താണ് മരണപ്പെട്ടു പോയ, അതിൽ ചത്തുപോയ പ്രാണിയെ കയ്യിലെടുത്ത് പാട്ടുപാടിയില്ലേ, നീ എത്ര ഭാഗ്യവാനാണ്, മദ്യത്തിൽ മുങ്ങി മരിക്കാനുള്ള ഭാഗ്യം പ്രാണിയെ നിനക്ക് ലഭിച്ചില്ല എന്ന് പാടി നടന്നവർ മരണപ്പെട്ട് കബറടക്കുമ്പോ എന്റെ കബറിന്റെ മുകളിൽ എന്നെ മണ്ണിട്ട് മൂടുമ്പോൾ അവിടെ ഒരു മുന്തിരിയുടെ വള്ളി നടണം എന്ന് പഠിപ്പിച്ച, അതല്ലെങ്കിൽ അങ്ങനെ മക്കൾക്ക് ഉപദേശം കൊടുത്ത അറബ് സമൂഹം, അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പൈശാചികമായ പ്രവർത്തനത്തിൽ നിന്നും ആ സമൂഹത്തെ മുക്തമാക്കി കൊണ്ടുവരികയാണ്. അവസാനം ചോദിച്ചില്ല, റസൂലേ മദ്യത്തിന്റെ നിഷേധവുമായി മദ്യം നിഷിദ്ധമാക്കി ആയത്തിറങ്ങിയപ്പോ കല്ല് ശേഖരിച്ചു വെച്ച മാരകമായ വലിയ ഭീപ്പക്കുറ്റികളെ തകർത്ത് മക്കയിലൂടെ കല്ലൊഴുകിപ്പോയ സ്ഥലത്ത് മുളച്ചു പൊന്തിയ പുൽച്ചെടി തിന്ന ഒട്ടകത്തിന്റെ മാംസം അത് ഞങ്ങൾക്ക് തിന്നാൻ പറ്റുമോ എന്ന് റസൂലിന്റെ അടുക്കൽ വന്ന് സ്വഹാബത്ത് ചോദിക്കുന്ന രൂപത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തെ മാറ്റി. ആ മദ്യമാണ്, ആ ലഹരിയാണ് ഇന്ന് സമൂഹത്തിൽ നിസ്സാരമായി കാണുന്ന വസ്തു. അത് കൊണ്ടുവരുന്നത് ആരാ? ഇസ്ലാമിനെ വിമർശിക്കുന്നവർ, ഇസ്ലാമിന്റെ ആശയത്തെ എതിർക്കുന്നവർ, ഇസ്ലാമിന്റെ ആദർശങ്ങളും ആശയങ്ങളും 6-ാം നൂറ്റാണ്ടിലെ പ്രാകൃതമായ ഖുറൈശ് ഗോത്രത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നവർ. 6-ാം നൂറ്റാണ്ടിൽ നിന്നും ബസ് കയറാതെ ഇപ്പോഴും ഈ 20-ാം നൂറ്റാണ്ടിലും 6-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത ആശയങ്ങളുമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ എന്ന് ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകൾ അവര് പഠിപ്പിക്കാണ് ലഹരി ഉപയോഗിച്ചോട്ടെ എന്നും കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ അപകടം നോക്കൂ നിങ്ങൾ. വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ സ്കൂളിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. എന്താ വലിയ പ്രശ്നം? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ വസ്ത്രം ധരിക്കണം, ഒരുപോലെ യൂണിഫോം ധരിക്കണം. അതിനൊരു പേരിട്ട് വിളിച്ചു, യൂണിസെക്സ് യൂണിഫോം എന്ന പേരിട്ട് വിളിച്ചു. അന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ബിന്ദു അവരുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ട്വീറ്റ് ഇട്ടു, ഒരു കുറിപ്പിട്ടു. എന്താണ് കുറിപ്പ് എന്നറിയോ? ഇങ്ങനെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വളർന്നു വരുന്ന അഡോളസൻസ് പ്രായത്തിലുള്ള കൗമാര പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലത്തെ യൂണിഫോം പ്രാവർത്തികമാക്കുക വഴി ലോകത്തുടലെടുത്ത ഹെട്രോനോമിറ്റിവിറ്റിയെ എതിർക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. എന്താണ് ഹെട്രോ? നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹോമോസെക്സ്വാലിറ്റി എന്ന്. എന്താണ് ഹോമോസെക്സ്വാലിറ്റി? അതിന്റെ പച്ചയായ മലയാളമാണ് സ്വവർഗ ലൈംഗികത. ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് ഖുർആൻ പഠിപ്പിച്ചതാണോ? ഖുർആനിൽ ഇത്തരം ഒരു സംഭവമുണ്ട്, സമുദായമുണ്ട്. ഏതാണ് സമുദായം? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമുദായം. അവരുടെ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് വേണ്ടി പുരുഷന്മാരെ സമീപിച്ചു. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് ചുറുചുറുക്കുള്ള യുവാക്കളുടെ രൂപത്തിൽ മലക്കുകൾ വന്നപ്പോ ആ മലക്കുകളെ ഭോഗിക്കുവാൻ ലൂത്തിന്റെ സമുദായത്തിലെ പുരുഷന്മാരെല്ലാം ലൂത്തിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ലൂത്ത് അലൈഹിസ്സലാം പറഞ്ഞില്ല, പൊന്നാര ചങ്ങായിമാരെ, ഞാൻ എന്റെ പെൺമക്കൾ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം, എന്റെ പെൺകുട്ടികൾ വിവാഹം കഴിച്ചോ, പക്ഷേ എന്റെ അതിഥികളെ നിങ്ങള് മാനം കെടുത്തരുതേ, അവരെ പ്രയാസപ്പെടുത്തരുതേ എന്ന് പറഞ്ഞു. അല്ല പറയാ, ലോകത്തൊരു സമൂഹത്തിനും പരിചയമില്ലാത്ത ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യമാണ് ലൂത്തിന്റെ സമുദായം ചെയ്തത്. ആ സ്വവർഗ ലൈംഗികതയ്ക്ക്, അതല്ലെങ്കിൽ ആ ഹോമോസെക്സ്വാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന ആ പേരുണ്ടല്ലോ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹെട്രോനോമിറ്റിവിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രപഞ്ചം സൃഷ്ടിച്ചത് മുതൽ, സൃഷ്ടിചരാചരങ്ങളെ സൃഷ്ടിച്ചത് മുതൽ, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് മുതൽ, ആണിന്റെ ഇണയായിക്കൊണ്ട് തുണയായിക്കൊണ്ട് പെണ്ണും, പെണ്ണിന് ഇണയായും തുണയായും ആണ് എന്ന ഈ പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചികമായ സത്യം, ആ സത്യത്തെ എതിർക്കാനാണ് ഞങ്ങൾ അഡോളസൻസ് പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലത്തെ യൂണിഫോം നിർബന്ധമാക്കുന്നത് എന്ന് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവർ അത്തരം ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചിട്ട് എഴുതി വെക്കാൻ. ഇതിന്റെ അപകടം എന്താണെന്നറിയോ നമുക്കറിയാലോ, പോലീസിൽ വർക്ക് ചെയ്യുന്ന ആണും പെണ്ണും ഉണ്ടാവും. അവർ രണ്ടുപേരും ഒരേ വേഷമാണ്, അവർക്ക് ഒരേ യൂണിഫോമാണ്. ആണായാലും പെണ്ണായാലും പോലീസിലാണോ എങ്കിൽ ഒരേ യൂണിഫോമാണ്. അങ്ങനെയുള്ള പല ജോലികളുണ്ട്. ആണിനും പെണ്ണിനും ഒരുപോലെ യൂണിഫോം ഇട്ടുകൊടുക്കുന്ന പല ജോലികളുണ്ട്. പിന്നെ എന്റെ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇതിന്റെ അപകടം കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാലോ, കൗമാരക്കാരായ വിദ്യാർത്ഥികളുടെ ശാരീരികമായ വളർച്ച എന്ന് പറയുന്നത് ശരീരത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും പ്രായപൂർത്തിയാകുന്നത് മുതൽ ആസ്വദിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഈ പ്രായം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടല്ലേ നമ്മൾ പെൺകുട്ടികൾക്ക് അവരുടെ പ്രായപൂർത്തിയാകുന്നതിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂലേ? നമ്മളെ ഉമ്മമാരൊക്കെ, ഭാര്യമാരൊക്കെ നമുക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് ഹൈലാകുന്നതിന്റെ, അവർക്ക് പീരിയഡ്സ് ആകുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? എപ്പോഴാണ് പ്രായപൂർത്തിയാവുക? ഇല്ല, പലപ്പോഴും പറഞ്ഞെടുക്കാൻ മടിയാണ്. സ്വാഭാവികമായും കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതും ഇതിനെക്കുറിച്ച് അറിയുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ അവരുടെ കൂടെ പഠിക്കുന്ന സഹപാഠിയിൽ നിന്നാണ്. അവര് തന്നെ പഠിക്കുന്നത് മൊബൈലുകളിലൂടെയാണ്, അവര് തന്നെ പഠിക്കുന്നത് പോൺ സൈറ്റുകളിലൂടെയാണ്, വൃത്തികെട്ട അശ്ലീല ചിത്രങ്ങളും അശ്ലീല വീഡിയോകളും നിറഞ്ഞ സൈറ്റുകളിലൂടെയാണ് അവർ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നത്. അതാണ് നമ്മളെ കുട്ടിയുടെ തലയിലേക്ക് കുത്തിവെക്കുന്നത്. ആ ചിന്താഗതിയിൽ വളരുന്ന കുട്ടിയുടെ മനസ്സിലേക്കാണ് അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ, അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിലേക്കാണ് ആണും പെണ്ണും ഒന്നാണ് എന്ന ചിന്ത ഇട്ട് കൊടുക്കുന്നത്. എന്താ ഇതിന്റെ അപകടം എന്നറിയോ? ലൈംഗിക പൂർത്തീകരണത്തിന്റെ പ്രായമാകുമ്പോ ആ ആൺകുട്ടിക്ക് തന്റെ ലൈംഗിക ആവശ്യം പൂർത്തീകരിക്കാൻ അള്ള സംവിധാനിച്ച പെണ്ണെന്ന വർഗത്തെ വേണ്ട എന്നും തനിക്ക് തന്റെ ലൈംഗികത പൂർത്തീകരിക്കാൻ ആണിനെ പോലും കിട്ടിയാൽ മതി എന്ന ചിന്തയിലേക്ക് ഒരാൺകുട്ടിയുടെ മനസ്സ് മാറും എന്നാണ് പഠനം. അതിനെയാണ് നമ്മൾ എതിർത്തത്. അതാണ് ലോകത്തേക്ക് ലിബറലിസം കൊണ്ടുവന്ന വലിയ അപകടം. നോക്കൂ നിങ്ങള്, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്ന അത് വിഷയമായി. അതിന്റെയും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മണ്ണിൽ ചുംബന സമരം നടന്നിരുന്നു. കിസ് ഓഫ് ലവ് എന്ന പേരിൽ രാഹുൽ പശുപാലൻ എന്ന് പറയുന്ന ഒരാൾ നേതൃത്വം കൊടുത്ത് കൊച്ചിയുടെ മണ്ണിൽ മറൈൻ ഡ്രൈവിൽ, എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ നടന്നൊരു സമരമുറ. കേരളത്തിന്റെ മണ്ണിൽ ഒരാൾക്കും പരിചയമില്ലാത്തൊരു സമരമുറ. എന്തിനായിരുന്നു കിസ് ഓഫ് ലവ്? എന്റെ മുമ്പിലിരിക്കുന്ന മുതിർന്ന ആളുകൾക്കറിയാലോ, ഒരു 12, 13, 14 കൊല്ലം മുമ്പത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു സമരമുറയായിരുന്നു ചുംബന സമരം. എന്തിനാ ചുംബന സമരം സംഘടിപ്പിച്ചത്? അവകാശ നിഷേധത്തിനെതിരെ, മനുഷ്യരെന്ന നിരക്ക് ഞങ്ങൾക്ക് ലഭിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഞങ്ങളുടെ റൈറ്റ്സ്, അവകാശങ്ങൾ, ആ അവകാശങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഞങ്ങള് തുറന്നടിക്കുന്ന സമരമുറയാണ് കിസ് ഓഫ് ലവ്. പക്ഷെ അതിലൂടെ ഉണ്ടായതെന്താ? ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന വലിയ മാരകമായ വിഷവിത്തുക്കൾ ആ ചുംബന സമരത്തിലൂടെ കേരളത്തിന്റെ മണ്ണിലേക്ക് അവർ വിത്തിറക്കി. ഇന്ന് അതിന്റെ ബാക്കി ഫലമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫറൂഖ് കോളേജിലെ അധ്യാപകൻ, ആ അധ്യാപകൻ പെൺകുട്ടികളുടെ വേഷവിധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുത്തപ്പോ അവർ തട്ടം ധരിക്കുന്നതിന്റെ ശരിയായ രീതിയിൽ നിന്നും എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് തെറ്റുപറ്റിയത് എന്ന് വളരെ കൃത്യമായി പറയുന്ന ഒരു വീഡിയോ പുറത്തു വന്നു.
ആ അധ്യാപകനെതിരെ കേരളത്തിലെ പല വിദ്യാർത്ഥി സംഘടനകളും രംഗത്ത് വന്നു. അദ്ദേഹത്തെ പരിഹസിച്ചു, അദ്ദേഹത്തെ കളിയാക്കി, അദ്ദേഹത്തെ വത്തക്കമാഷ് എന്ന് പറഞ്ഞ് കളിയാക്കി പരിഹസിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ പല മുസ്ലിം പെൺകുട്ടികളും പല മുസ്ലിം ഉമ്മമാര് വരെ ആ അധ്യാപകനെതിരെ സോഷ്യൽ മീഡിയ രംഗത്ത് വന്നു. ഇതൊക്കെ നമുക്ക് നിസ്സാരായിപ്പോ, ഇതൊക്കെ നമുക്ക് നിസ്സാരമാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, വലൈസ ദക്കറു കൽ ഉൻസ, ആണും പെണ്ണും ഒരുപോലല്ലോ. ആണിന് ആണിൻ്റെതായ ശരീരഘടനയുണ്ടെന്നും ആണിന് ആണിൻ്റെതായ സൃഷ്ടിപ്പുണ്ടെന്നും പെണ്ണിന് പെണ്ണിൻ്റെതായിട്ടുള്ള ശരീരഘടന മാത്രമേ ഉള്ളൂ എന്നും ഒരിക്കലും ആണും പെണ്ണും സമമാവുകയില്ല ഒരു കാര്യത്തിലും എന്ന് ഖുർആൻ പഠിപ്പിച്ചു. മറിയം ബീവിയുടെ ചരിത്രം നമുക്കറിയാം. അവിടെ പറഞ്ഞ വാചകമാണ് വലൈസ ദക്കറു കൽ ഉൻസ, ഒരിക്കലും ആണ് പെണ്ണിനെ പോലെയല്ല, പെണ്ണ് ആണിനെ പോലുമല്ല. ഇത് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇന്ന് ഇതിനെതിരെയാണ് ലിബറൽ ചിന്താഗതികൾ, പുരോഗമന ചിന്താവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആണിനും പെണ്ണിനുമൊക്കെ സമത്വം വേണം. ആ സമത്വത്തിന്റെ ഭാഗമായിക്കൊണ്ട് ആണ് ധരിക്കുന്നത് പോലത്തെ വേഷവിധാനം പെണ്ണ് ധരിക്കണം. എത്ര അപകടമാണ്! അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ആൺവേഷം ധരിക്കുന്ന പെണ്ണും പെൺവേഷം ധരിക്കുന്ന ആണും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഇറക്കി വേണം. അള്ളാന്റെ റസൂലിന്റെ വാക്കാൻ. അവർക്കല്ലാന്റെ ശാപമാണ്, അവർക്കല്ലാന്റെ ശാപമുണ്ട്. ആർക്ക്? ആൺവേഷം ധരിക്കുന്ന പെണ്ണിന്, പെൺവേഷം ധരിക്കുന്ന ആണിനും അള്ളാന്റെ ശാപമുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ മക്കളുടെ കാര്യം ചിന്തിച്ചോ. നമ്മുടെ മക്കളിലേക്ക് നമ്മൾ ആലോചിച്ച് നോക്ക്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് നമ്മുടെ മക്കൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോ മാർക്കറ്റിൽ ഉന്നത നിലവാരത്തിലുള്ള നല്ല മോഡലുകൾ വാങ്ങിക്കൊടുക്കുമ്പോ സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിച്ച വേഷവിധാനമാണോ നമ്മുടെ മക്കൾക്ക് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ സ്വീകരിക്കുന്നത്? എത്രയെത്ര ബാപ്പമാരുണ്ട്, എത്രയെത്ര ഉമ്മമാരുണ്ട് മക്കളെ ഏറ്റവും നല്ല ഭംഗിയിൽ കാണാൻ ലോകത്തേറ്റവും മുന്തിയ മോഡലുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്ത് മകളുടെ സൗന്ദര്യം മറ്റുള്ളവർക്കും കാണിക്കുന്ന രൂപത്തിൽ വേഷവിധാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്? നമുക്കൊക്കെ ഇതിനെ എതിർക്കാൻ എന്താ അവകാശം? നമുക്കൊക്കെ ഇതിനെ എതിർക്കാൻ എന്താ അവകാശം? സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതും അങ്ങനെ പുരുഷവേഷം ധരിക്കുന്ന പെണ്ണും പെൺവേഷം ധരിക്കുന്ന ആണുമുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്, അള്ളാഹുവിൽ നിന്നുള്ള നാശം അവർക്കുണ്ട് എന്നാണ്. മാത്രമാണോ അല്ല, റസൂൽ പറയാ സിൻഫാനി മിൻ അഹ്ലിൻ നാർ, രണ്ട് വിഭാഗം ആളുകൾ നരകത്തിലാണ്. ആ രണ്ട് വിഭാഗം ആളുകൾ അവരൊരിക്കൽ പോലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കൂല. എന്റെ ആ രണ്ട് വിഭാഗത്തിൽ ഒന്നാമത്തത് റസൂൽ പഠിപ്പിച്ചു, അധികാരം ലഭിച്ചിട്ടും തന്റെ പ്രജകളോട്, തന്റെ അണികളോട് നീതിപൂർവമായ പെരുമാറ്റം പെരുമാറാത്തൊരു അധികാരി, പോത്തിന്റെ വാല് പോലെ നേർത്ത ചാട്ടവാറുകൾ കൊണ്ട് അണികളെ അടിച്ചു പരിക്കേൽപ്പിക്കുന്ന അക്രമകാരിയായ, നീതിയില്ലാത്ത, അനീതിയിൽ തുടർഭരണം നടത്തുന്ന ഒരു ഭരണാധികാരി, അവൻ നരകത്തിലാണ്. ഉത്തരവാദിത്വത്തിൽ, അമാനത്തിൽ, ആ അമാനത്ത് ഏൽപ്പിച്ചിട്ട് അത് നിർവഹിക്കാത്ത മനുഷ്യന്മാർ നരകത്തിലാണ്. രണ്ടാമത്തെ വിഭാഗം റസൂൽ പറഞ്ഞു, നിസാഉൻ ഖാശിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റഊസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, വസ്ത്രം ധരിച്ചിട്ടും വിവസ്ത്രരെ പോലെ ശരീരത്തിന്റെ സൗന്ദര്യ ഭാഗങ്ങളെല്ലാം പുറത്തു കാണിച്ചു നടക്കുന്ന പെണ്ണുങ്ങൾ, സ്ത്രീകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞാട്ടി ആടിക്കളിക്കുന്നത് പോലെ അവരുടെ തലമുടിക്ക് ടാട്ടിയാട്ടി നടക്കുന്ന സ്ത്രീകൾ, ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹ, സ്വർഗത്ത് പോകൂല, സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് അനുഭവിക്കാൻ കഴിയൂല. ഈ ആശയത്തിന് നേർവിപരീതമാണ് ഇന്ന് സമൂഹത്തിലേക്ക് കടന്നു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ആശയത്തിന് നേർവിപരീതമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് കടത്തിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ പോലും സ്വീകരിക്കുന്ന വേഷവിധാനം എത്ര മോശ! രക്ഷിതാക്കളെ നമുക്ക് ഒന്നാമത്തെ ഉത്തരവാദിത്വം.
നമ്മുടെ മേലാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. ഉമ്മമാരെ, എന്റെ ശബ്ദം കേൾക്കുന്നതിൽ സ്ത്രീകളുണ്ടെങ്കിൽ, ഉമ്മമാരുണ്ടെങ്കിൽ, ഉമ്മമാരെ നിങ്ങൾക്കാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. റസൂൽ പറഞ്ഞില്ലേ, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅിയതി. എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് പരലോകത്ത് ചോദിക്കും എന്ന് റസൂൽ പറയാ. ഭർത്താവിന്റെ വീട്ടിൽ ആ ഭർത്താവിന്റെ അവിടുത്തെ ഭാര്യയ്ക്ക്, അവിടുത്തെ ഉമ്മക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത്. ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയ ഇത്. നമ്മൾ പറഞ്ഞു, അപ്പോഴാണ് നമ്മൾ പഴഞ്ചന്മാരായത്. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ മുഴുവൻ മറക്കലാണ് പെണ്ണിന് നിർബന്ധം. പെണ്ണിന്റെ ശരീരത്തിന്റെ സീനത്ത്, അവളുടെ സൗന്ദര്യം വിശുദ്ധ ഖുർആനിൽ പറയുന്ന ആളുകൾക്ക് മുമ്പിലാണ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ ഇസ്ലാം ഒരു പ്രാകൃത മതമായി, മുസ്ലിങ്ങൾ പ്രാകൃത മതത്തിന്റെ ആളുകളായി. ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കയറാത്ത, ബസ് കയറാത്ത പ്രാകൃത മതത്തിന്റെ ആളുകളായിക്കൊണ്ട് ഇസ്ലാമിനെ ചിത്രീകരിച്ചു. ഇത് നമ്മൾ പറയും, ഇതിപ്പോ എന്താ ഒരു വേഷവിധാനത്തിന്റെ കാര്യത്തിലൊക്കെ എത്ര ഗൗരവത്തിന് പറയാനുണ്ടോ? ഒരു പാന്റും ഷർട്ടും ധരിക്കുന്നതിന്റെ പേരിൽ എന്റെ കുട്ടി അവൾക്ക് ഇഷ്ടപ്പെട്ട, അവൾക്ക് കംഫർട്ടായ ഒരു വസ്ത്രം ധരിക്കുന്നതിന് ഇത്രമാത്രം ഇസ്ലാം എന്തിനാണ് എതിർത്ത് പറയുന്നതെന്നാ? ഇസ്ലാം എതിർത്ത് പറയുന്നത് ആ ഇസ്ലാം എന്നുള്ളത് അള്ളാഹുവിന്റെ മതമായതുകൊണ്ട്, ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും പ്രവാചകൻ ഇറക്കിക്കൊടുത്തത് മനുഷ്യ മനസ്സുകളുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും അറിയുന്ന റബ്ബായതുകൊണ്ടാണ് അള്ളാഹ് പഠിപ്പിച്ചത് അത് തെറ്റാണ് എന്ന്. ഈ ചെറിയൊരു വശം കൊണ്ട് നോക്കിയപ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ക്യാമ്പസുകൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം, ഞങ്ങളിൽ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ, ഞങ്ങളിൽ ആണും പെണ്ണും ഒരുമിച്ച് യാത്ര പോയാൽ, ഞങ്ങളിൽ ആണും പെണ്ണും തനിച്ചായാൽ എന്താണ് കുഴപ്പമെന്ന? എന്റെ പെങ്ങളല്ലേ അവൻ, ഞാൻ എന്റെ ആങ്ങളെ പോലെ കാണുന്നവനാണല്ലോ അവൻ, ഞാൻ എന്റെ പെങ്ങളെ പോലെ കാണുന്നവനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശാലമായ ചോദ്യങ്ങൾ ചോദിച്ച് അവർക്കെതിരിൽ നിൽക്കുന്നവരെ വായടപ്പിക്കുന്ന ഒരു പ്രവണത ഇന്ന് ക്യാമ്പസുകളുണ്ട്. എന്താ ഇതിന്റെ കുഴപ്പം? എന്താ ചോദ്യം? എന്താ ഇപ്പൊ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ആകാശഭൂമികളൊക്കെ ഇടിഞ്ഞാടി പോവോ? അല്ലേ? ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന ഒരു ആൺ സുഹൃത്തിന്റെ കൂടെ ഞങ്ങൾ അല്പനേരം സംസാരിച്ചിരുന്നാൽ, ഞങ്ങളൊരു ബൈക്കിൽ യാത്ര ചെയ്താൽ, ഞങ്ങൾ ഒരുമിച്ചൊരു കൂൾ ബാറിൽ ഇരുന്നാൽ, ഞങ്ങൾ ഒരുമിച്ചൊരു ബസ് സ്റ്റോപ്പിൽ നിന്നാൽ ആകാശമൊക്കെ പാട് ഇടിഞ്ഞു വീഴുവോന്നാ? അതൊന്നുമില്ല. പക്ഷെ അതിലേറെ വലിയ അപകടം അതിന് സംഭവിക്കാണ്ട്. മനുഷ്യ ശരീരത്തെ കുറിച്ച് പഠനം നടത്തിയ മെഡിക്കൽ പഠനങ്ങൾ പഠിപ്പിക്കുന്നു, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ ശരീരത്തിൽ ലൈംഗികമായ ഉത്തേജനം ഉണ്ടാവാൻ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അവളുടെ ശരീരത്തിൽ സ്പർശിക്കണം. ഒന്നാമത്തെ മാർഗത പഠനമാണ്, മെഡിക്കൽ പഠനമാണ്. ഒരു പെണ്ണിന് അവളുടെ ശരീരത്തിൽ ലൈംഗികമായ ഉത്തേജനം ഉണ്ടാകണമെങ്കിൽ അവളുടെ ഇഷ്ടപ്പെട്ട, അവൾ ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ അവളുടെ ശരീരത്തിൽ സ്പർശിക്കണം. ആണിനോ സ്പർശനമാണോ? അല്ല. തന്റെ വികാരത്തെ ഉണർത്തുവാൻ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുന്ന ഒരു പെണ്ണിന്റെ സംസാരം മതി ഒരാണിന് ഉത്തേജനം ഉണ്ടാവാൻ. ഒന്നാമത്തെ മാർഗം ആണിന് ആ സംസാരം. അപ്പൊ ഇനി നമ്മൾ കുട്ടികൾ പറയുമ്പോൾ ഒന്ന് ചേർത്ത് വെച്ച് നോക്കി. ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയോട് ഞങ്ങൾ രണ്ടുപേരും തനിച്ചായി അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന്, കൂട്ടത്തിലായിട്ട് ഒറ്റയ്ക്കിരുന്നോ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോ പെണ്ണിനൊന്നും കിട്ടാനില്ല. പക്ഷേ നഷ്ടപ്പെടാൻ ഒരുപാട് പെണ്ണിനുണ്ട്. കാരണം അപ്പുറത്തിരിക്കുന്നത് ആണാണ്. ഇത് സ്കൂളിൽ മാത്രമല്ല, ഇത് ക്യാമ്പസിന് മാത്രമല്ല. നമ്മൾ പറയില്ലേ, ആരടി എന്റെ ഒപ്പുള്ള അതിന്റെ ആങ്ങളെ. ഏതാങ്ങള? അമ്മായിന്റെ മകൻ. അതെങ്ങനെ ആങ്ങളയാകും? അതാരാന്റെ കൂടെ? അതിന്റെ പെങ്ങള. ഏത് പെങ്ങള്? അമ്മായിന്റെ മകൾ, മൂത്തമ്മാന്റെ മകൾ. അതെങ്ങനെയാണ് സഹോദരൻ നമുക്ക് പെങ്ങളാവുക? ഇത് പഠിപ്പിക്കേണ്ട നമ്മൾ. ഇപ്പോൾ എല്ലാവരും നമുക്ക് ആങ്ങളയും പെങ്ങളുമാണ്. എല്ലാവരും നമുക്ക് ആങ്ങളമാരും പെങ്ങന്മാരുമാണ്. എന്നിട്ട് അവരൊരുമിച്ച് ഒറ്റക്ക് യാത്ര പോകുന്നു. മെഹ്റം എന്ന് പറയുന്ന ഒരു വലിയ ബന്ധത്തെ നമ്മൾ മാറ്റിവെച്ചിട്ടാണ് ഈ സംസാരം നമ്മൾ സംസാരിക്കുന്നത്. ഇതൊക്കെ എന്റെ ആങ്ങളാരാ, അതൊക്കെ എന്റെ പെങ്ങന്മാരാ. ഇത് പറയുന്ന പെണ്ണിനൊന്നും കിട്ടാനില്ല, പക്ഷെ ഇത് പറയുന്ന ആണിന് നല്ലോണം കിട്ടാണ്ട് ലൈംഗികമായി. ആണ് മുതലെടുക്കും, ആണവസരം മുതലാക്കും. അതുകൊണ്ട് തന്നെയാണ് ആണിന്റെ ശരീരഘടനയെ അങ്ങനെ സൃഷ്ടിച്ചതും.
ഈ അപകടത്തിൽ നമ്മൾ പെട്ടുപോവാതിരിക്കാനാണ്. ഇതൊന്നും നമ്മളെ കുട്ടികൾ മനസ്സിലാക്കൂല. പറയാൻ, ചോദിക്കാൻ, എന്താ കുഴപ്പം, ഞാൻ ഓന്റെ കൂടെ ബൈക്കുമേൽ അങ്ങോട്ട് വന്നത്, എന്താ ഇത്ര വലിയ കുഴപ്പമെന്നാ? ഒരു കുഴപ്പമില്ല. അവൾ അവന്റെ ശരീരത്തിൽ കൈവെക്കുന്നതിലൂടെ, അവളുടെ സംസാരം അതിര് വിട്ടു പോകുന്നതിലൂടെ പല അപകടങ്ങളും ആ ആണിന്റെ മനസ്സിലേക്ക് കയറിക്കൂടും, പല പല ദുർബോധങ്ങളും കയറിക്കൂടും. അതുകൊണ്ടാണ് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, നിങ്ങൾ ഒരാണും പെണ്ണും തനിച്ചായാൽ മൂന്നാമത് പിശാച് കടന്നു വരും. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിലേക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം എന്ന അന്ധനായ സഹാബി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മ മക്തൂമിന്റെ അടുത്തേക്ക് അങ്ങ് സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോ ആയിഷ ബീവി ഇങ്ങനെ പാലി നോക്കിന. റസൂൽ പറഞ്ഞു ആയിഷ ബീവിനോട്, ആയിഷ വീടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോ. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, റസൂലെ, ഉമ്മ മക്തൂം കണ്ണാണാത്ത സഹാബിയല്ലേ? റസൂൽ തിരിച്ചെന്താ പറഞ്ഞത്? ആയിഷ, നിനക്ക് കണ്ണ് കാണൂലേ? എന്താ പഠിപ്പിച്ച്? എന്തിനാ അത് പഠിപ്പിച്ച്? ഒരാണും പെണ്ണും എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു തരികയാണ്. ഇസ്ലാം പ്രവാചകൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ആയിഷ, നിനക്ക് കണ്ണ് കാണില്ലേ? നീ ഉള്ളിലേക്ക് പോകാം. റസൂൽ അവരെ ആയിഷ റളിയല്ലാഹു അൻഹയെ ഉള്ളിലേക്ക് കയറ്റി വിട്ടു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവിയുടെ സഹോദരി അസ്മാ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ. അസ്മാ ബീവി റസൂലിന്റെ വീട്ടിലേക്ക് വരാൻ. അസ്മാ ബീവിയെ സംബന്ധിച്ച് റസൂൽ ആരാ? അളിയാക്കൻ. നമ്മളെ ഭാഷ പറഞ്ഞ അസ്മാ ബീവിന്റെ അളിയനാണ് റസൂല്. അസ്മാ ബീവി റസൂലിന്റെ വീട്ടിലേക്ക് വരുമ്പോ നേർത്ത വസ്ത്രം ധരിച്ചിട്ട് അസ്മാ ബീവി റസൂലിന്റെ മുമ്പിലേക്ക് വന്ന് റസൂൽ മുഖം തിരിച്ചിട്ട് വന്നു, അസ്മാ, പോയി വസ്ത്രം മാറ്റുക. അളിയാക്ക, ഞാന് അല്ലേ, നമ്മളങ്ങനെയുള്ളൂ, നമുക്ക് പ്രായമൊന്നുമില്ല ആ വിഷയത്തിൽ. അളിയാക്കാരുടെ കണ്ട സ്നേഹപ്രകടനം നമുക്കൊക്കെ, മാത്തൂമാര് ഇളച്ചിയാളൊക്കെ കണ്ട നമ്മളൊക്കെ പാടുന്നത് മണ്ടിപ്പോയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്മാ, പ്രായപൂർത്തിയായ പെണ്ണല്ലേ നീ, നേർത്ത വസ്ത്രം ധരിച്ച് അന്യ പുരുഷന്റെ മുമ്പിലേക്ക് വരാൻ അസ്മാ നിനക്ക് പാടുണ്ടോ? പോയി മാറ്റിവ. നമ്മൾ പറഞ്ഞോർത്ത് നമ്മളെ കുട്ടികൾക്ക് ആരാണ് അന്യ പുരുഷനെന്നും ആരാണ് അന്യ സ്ത്രീയെന്നും നമ്മളെ മക്കളെ പഠിപ്പിക്കാത്തിടത്തോളം കാലം. നിങ്ങൾ ലാസ്റ്റ് വാർത്ത കേട്ടോ, 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയായി. ആരാ ഉത്തരവാദിത്തം അറിയോ? ആ വീട്ടിലുള്ള അവളുടെ സഹോദരൻ. എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? ആ മക്കളെ ഒരു ഉമ്മക്കും ബാപ്പക്കും ജനിച്ചു വീണ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ആ പെൺകുട്ടി ഗർഭിണിയാവുകയാണ്. ആ കുട്ടിനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ആരെയാ രക്ഷിതാക്കൾ കുറ്റം പറയുക? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, നമുക്ക് തൊട്ടടുത്താണുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകൻ, ഒരു സ്വതന്ത്ര ചാനലിന്റെ ഉടമ, അയാൾ വന്നിട്ട് ഒരു ഇന്റർവ്യൂ നടത്താൻ. എന്താ ഇന്റർവ്യൂ എന്നറിയോ? ഒരു മകളും ഒരു അച്ഛനും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോന്നാ. നിങ്ങൾ കേട്ടുപോണ ചോദ്യം, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഉപ്പമാരെ നിങ്ങൾ കേട്ടുപോണ ചോദ്യം. പക്ഷെ ഇന്നത്തെ സമൂഹം കേൾക്കുന്ന ചോദ്യം അതാണ്. ഒരു പെൺകുട്ടിയും അവൾക്ക് ജന്മം നൽകിയ അവളുടെ സ്വന്തം അച്ഛനും തമ്മിൽ, സ്വന്തം ഉപ്പയും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുഴപ്പമുണ്ടോ? നമ്മളെ കാലഘട്ടത്തിൽ ചോദിക്കണമെങ്കിൽ ആ ചോദ്യം പൂർത്തിയാതിനു മുമ്പ് കരണം നോക്കി ഒന്ന് കൊടുക്കാൻ നമ്മളെ കൈ ഉയർന്നിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ പറയാ, അവർക്ക് 2 പേർക്കും സമ്മതമാണെങ്കിൽ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? ഈ മറുപടി കേരളത്തിൽ ഏതെങ്കിലും വിവരമില്ലാത്ത ജനങ്ങൾ പറയുന്ന മറുപടിയല്ല. അക്ഷരജ്ഞാനമില്ലാത്ത, അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത കേവലം കോങ്ങന്മാരായ ആളുകൾ പറയുന്ന മറുപടിയല്ല. അക്ഷരജ്ഞാനത്തിന്റെ ഗോപുരത്തിൽ പഠിക്കുന്ന, ബിരുദവും ബിരുദാനന്തര ബിരുദവും ഗവേഷണവും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ പറയാ, ബാപ്പക്കും മകൾക്കും കുഴപ്പമില്ലെങ്കിൽ പിന്നെ ബാക്കി ആർക്കാ പ്രശ്നം? സ്വന്തം മകൻ, ആ മകൻ തന്റെ സ്വന്തം ഉമ്മയോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ആർക്കാ കുഴപ്പം? ഓർക്ക് 2 പേർക്കും പ്രശ്നമില്ലെങ്കിൽ. ഇനി ഇതിന്റെ ബാക്കിയുള്ളതൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ. ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃത്തികെട്ട കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ പരിഹാരമുള്ളത്?
ആ പരിഹാരത്തിന്റെ പേരാണ് ഇസ്ലാം. ആ പരിഹാരത്തിന്റെ പേരാണ് മതം. ആ പരിഹാരത്തിന്റെ പേരാണ് ഖുർആൻ. പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ, പഠിപ്പിച്ചേ പറ്റൂ. നമ്മുടെ മക്കളെ ദീന് പഠിക്കുന്ന സംരംഭങ്ങളിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. മതം അവർക്ക് കുത്തിവെച്ചേ പറ്റൂ. മരുന്ന് കൊടുക്കുന്നത് പോലെ, ഒരു ദിവസത്തിൽ 3 നേരമെന്ന് മരുന്ന് കൊടുക്കുന്നത് പോലെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിലൂടെ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളും പ്രവാചകന്റെ അധ്യാപനങ്ങളും ഈ സമൂഹത്തെ പഠിപ്പിക്കുക എന്നല്ലാതെ വേറൊരു പരിഹാരം ആ മാർഗത്തിലില്ല. ഒരു പരിഹാരമില്ല. വീട്ടിൽ കുറെ നേരം പെൺകുട്ടിനെ അടച്ചുപൂട്ടിട്ട് കാര്യമുണ്ടോ? 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി 3 കൊല്ലമായി പോളിടെക്നിക്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൺകുട്ടിയുമായി പ്രണയബന്ധത്തിലായി. 3 കൊല്ലം. ആ പെൺകുട്ടിന്റെ പ്രായത്തിൽ 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി പ്രണയം വീട്ടിലറിഞ്ഞു. അവളുടെ മൊബൈൽ വാങ്ങി വെച്ചു. അങ്ങനെ ഒരു മൊബൈൽ ഉള്ളത് പോലും വീട്ടുകാർ അറിയുന്നത് അപ്പോഴാണ്. മൊബൈൽ മേടിച്ചു വെച്ചു. ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അവളൊന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ പെരയിൽ കൂട്ടി നിന്നിട്ട് കാര്യമുണ്ടാവും? ഇല്ല. മൊബൈൽ മേടിച്ചു വെച്ചു, ഭക്ഷണം കഴിക്കാതെ, വെള്ളം കൊടുക്കാതെ റൂമിൽ അടച്ചു പൂട്ടിയിട്ടു. ഇനി അവിടെ കിടക്കട്ടെ. പരിഹാരാണോ? അല്ല. നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ്. പിന്നെ എന്തേ പരിഹാരമുള്ളത്? അതാണ് ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. പരിപൂർണമായി ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഇതൊക്കെ നിസ്സാരമായി കാണുന്ന കൂട്ടരാണ് ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിസ്സാരമായി വലിയ ലാഘവത്തോടു കൂടെ ഇത്തരത്തിലുള്ള അപകടങ്ങളെ സമീപിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പൊ നമ്മുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് വളർന്നു വരുന്ന തലമുറ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ മുൻപന്തി നിൽക്കുന്നത് പരിശുദ്ധമായ ഖുർആനും ഹദീസും സമൂഹത്തെ പഠിപ്പിക്കാനുള്ള, കുടുംബത്തെ പഠിപ്പിക്കാനുള്ള, നമ്മളെ ഭാര്യമാരെയും മക്കളെയും പഠിപ്പിക്കാന്നുള്ളതാ. അതുകൊണ്ട് ആ നിലക്ക് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസും പഠിപ്പിക്കുന്ന നല്ലൊരു തലമുറ നമുക്ക് വരണം. അല്ലെ? അതിന് നമുക്കിവിടെ സംവിധാനങ്ങളുണ്ട്. KNMന്റെ മാതൃസംഘടന KNM, അതിന്റെ കീഴിൽ ISM ഉണ്ട്, MSM ഉണ്ട്. യുവാക്കളെ കൊണ്ട് ഒരുമിച്ച് കൂട്ടി അവർക്കൊക്കെ മതബോധം പകർന്നു കൊടുക്കണം. വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂട്ടണം. ഈ പരീക്ഷന്റെ ചൂട് കഴിഞ്ഞ അവധിക്കാലത്ത് എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഓരോ മഹല്ലുകാരും നേതൃത്വം കൊടുത്ത്, ഉപ്പമാരും ഉമ്മമാരും നേതൃത്വം കൊടുത്ത് ആ പ്രായത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും അന്ന് കുടുംബത്തിലേക്ക് വിരുന്നു പോക്കും, അന്നത്തെ കല്യാണങ്ങളും സൽക്കാരങ്ങളും ബാക്കിയുള്ള കൂടെ ഒഴിവാക്കിക്കാളെ. എന്നിട്ട് ISM-ഉം MSM-ന്റെ പ്രായത്തിലുള്ള യുവാക്കളെയും വിദ്യാർത്ഥികളെയും പെൺകുട്ടികളെയൊക്കെ ഒരുമിച്ച് കൂട്ടി മതം പകർന്നു കൊടുക്കുന്ന സദസ്സുകളാണ്. മോട്ടിവേഷന്റെ ക്ലാസ് ഉണ്ടാകുമ്പോൾ പറഞ്ഞേക്കില്ലേ മക്കളെ? മോട്ടിവേഷന്റെ ക്ലാസ് ഉണ്ടാകുമ്പോ നമ്മളെ മക്കളൊക്കെ എത്ര വലിയ തിരക്കുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ പിന്തിപ്പിച്ച് കൊണ്ടുവന്ന് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞേക്കലില്ലേ? പരീക്ഷയ്ക്ക് മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയൊക്കെ. പരലോകത്ത് വിജയിക്കുവാൻ എന്ത് മുന്നൊരുക്കമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ പകർന്നു കൊടുത്ത്. സഹോദരങ്ങളെ, അതുകൊണ്ട് മതം പഠിപ്പിക്കാന്ന് മാത്രം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഇവിടെ MSM ഇല്ല, ISM ഇല്ല, ഒക്കെ ഇങ്ങനെ സജീവതല്ലാത്തൊരവസ്ഥയിലാണ്. മക്കളില്ലാത്തതുകൊണ്ടാണോ? നമുക്ക് കുട്ടികളില്ലാത്തതുകൊണ്ടാണോ? നാട്ടിൽ യുവാക്കളില്ലാത്തത് കൊണ്ടാണോ? അവരൊക്കെ പള്ളിയുമായി ബന്ധപ്പെടുത്തുന്ന രൂപത്തിൽ ഒരുമിച്ച് കൂട്ടി മതത്തിന്റെ വിഷയത്തിൽ അവരൊക്കെ ഒരുമിച്ച് കൂട്ടാൻ നമുക്ക് സാധിക്കണം. അപ്പൊ നമുക്ക് പരിഹാരം കിട്ടും. അപ്പൊ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. അല്ലാതെ കുറെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് പാടെ മട്ടലിട്ട് തല്ലിക്കൊന്നിട്ട് കാര്യമല്ലോ. അതൊക്കെ അപ്പത്തെ ചൂടിൽ അതങ്ങോട്ട് പോകും. പിന്നെ അതുപോലെ വീണ്ടും മടങ്ങി വരും. ഇനി നോക്കിക്കോ, ഇപ്പൊ എത്രയെത്ര മഹല്ലുകളിൽ, എത്രയെത്ര പ്രദേശങ്ങളിൽ ജനകീയ കൂട്ടായ്മക്കാര് മുന്നോട്ട് വരികയാണ്. അവരെന്താ പറയുന്നത്? ലഹരി ഉപയോഗിക്കുന്നതോ വിൽക്കുന്നതോ ആയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി നടപടിയാണ്. എത്ര കാലം ഉണ്ടാവും? ഇപ്പോഴത്തെ ലഹരിന്റെ ചൂടൊന്ന് തണുക്കുന്നത് വരെ ഉണ്ടാവും. അല്ലെ? അവരെ കുറ്റം പറയല്ല, അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. പക്ഷെ ശാശ്വതമായ പരിഹാരമാണ് നമുക്ക് ആവശ്യം. ആ പരിഹാരമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ആശയങ്ങളെ പുച്ഛിക്കുന്ന, ഇസ്ലാമിന്റെ ആദർശത്തെ പരിഹസിക്കുന്ന, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന, ഇസ്ലാമിന്റെ ഷിആറുകളെ പരിഹസിക്കുന്ന,
ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതികളും പുരോഗമന പ്രസ്ഥാനക്കാരും ലിബറൽ വാദികളും ഫെമിനിസത്തിന്റെ ആളുകളും മതനിരാസത്തിന്റെ ആളുകളും യുക്തിവാദത്തിന്റെ ആളുകളും ഭൗതികവാദത്തിന്റെ ആളുകളും മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ പരിപൂർണമായും ഒരു മനുഷ്യ കുലത്തെ തന്നെ, കുടുംബ സംവിധാനത്തെ തന്നെ നശിപ്പിക്കുന്നതാണ് തിരിച്ചറിയുവാനും ആ നിലക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുവാനും നമ്മൾ തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശാലമായ വിഷയമാണ്. അതിന്റെ ഭൗതിക തലങ്ങളും മതവിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് വലിയ പഠനത്തിന് വിധേയമാക്കേണ്ട വിഷയമാണ്. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഇതിന്റെ അപകടങ്ങളെ കുറിച്ച് ബോധവാന്മാരാവുകയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരമക്കളെയും നമ്മുടെ പെൺകുട്ടികളെയും നമ്മുടെ ആൺകുട്ടികളെയും ഒക്കെ അത്തരത്തിലുള്ള കെണികളിൽ പെടാതെ സുരക്ഷിതരാക്കി ഇസ്ലാമിനും നാളെ പരലോകത്തും ഉപകാരപ്പെടുന്ന മക്കളായി, ഉപകാരപ്പെടുന്ന യുവത്വമായി കൊണ്ട് വാർത്തെടുക്കുവാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് ഏവർക്കും പുറത്തു നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, സഹോദരി സഹോദരങ്ങൾ, ആദർശ പ്രസ്ഥാന ബന്ധുക്കൾ, നേതാക്കൾ, പണ്ഡിതന്മാർ, അള്ളാഹുവെ, അവരുടെ ഖബറിടം നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.